സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിൽ ഭാഗമാകില്ല എന്ന് മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കും എന്നാണ് ഇപ്പോൾ നിലപാട്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, മലപ്പുറത്ത് മുസ്ലിം ലീഗ് സർക്കാരിന്റെ ഈ പരിപാടിയുമായി സഹകരിക്കും എന്നായിരുന്നു നേരത്തെ വാർത്തകൾ വന്നിരുന്നത്. കോൺഗ്രസ് നേതൃത്വം അതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? അച്ഛൻ പാടെ മലക്കം പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ ആ വികസന സദസ്സിൽ മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ സഹകരിക്കുമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി തന്നെ ഇറക്കിയ ഒരു സർക്കുലർ ജില്ലാ പാർട്ടിയുടെ അതാത് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് അയച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ UDF ഇതിനെ എതിരെ നിൽക്കുമ്പോൾ മലപ്പുറത്ത് മാത്രം മുസ്ലിം ലീഗ് അതിന് അനുകൂലമായ ഒരു നിലപാട് എടുക്കുന്നതായിരുന്നു സർക്കുലർ. അതിൽ നിന്ന് ആകെ പാടെ മലക്കം മറിഞ്ഞാണ് ഇപ്പോൾ പുതിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വികസന സദസ്സ് നടക്കും. അല്ലാതെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു വികസന സദസ്സിൽ പങ്കാളികളാവില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വേണ്ട കൂടിയാലോചന നടന്നിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷ് തന്നെ അല്പം മുമ്പ് പറയുകയുണ്ടായത്. അതുകൊണ്ട് പുതിയ ഒരു സർക്കുലർ തന്നെ ഇറക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അർഷൻ, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.